ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ക്യാൻ വി ലേൺ ഇംഗ്ലീഷ് എഫക്റ്റീവ്ലി ആണ്. അപ്പം നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ലേണിംഗ് ഇംഗ്ലീഷിന്റെ നോക്കാം. ഹൗ ക്യാൻ യു ലേൺ ഇംഗ്ലീഷ് എഫക്റ്റീവ്ലി? നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഫലപ്രദമായി പഠിക്കാൻ കഴിയും? വൈ ഡു യു ലൈക്ക് ഇംഗ്ലീഷ് മച്ച്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഏറെ ഇഷ്ടപ്പെടുന്നു? ഇറ്റ് ഈസ് ദി വേൾഡ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് നോൺ ഇൻ എവറി പാർട്ട് ഓഫ് ദി വേൾഡ്. അത് ലോകഭാഷയാണ്. ലോകത്തിൽ ഏതു ഭാഗത്തും ഈ ഭാഷ അറിയപ്പെടുന്നു. ഹൗ ക്യാൻ ഐ ലേൺ ഇംഗ്ലീഷ്? എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും? യു ക്യാൻ ലേൺ ഇംഗ്ലീഷ് ബൈ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുക എങ്ങനെയൊക്കെയാ? റീഡിങ് ന്യൂസ് പേപ്പർ, പത്രം വായിക്കുക. റീഡിങ് മാഗസീൻസ്, മറ്റേ നോവലോ അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുക. റീഡിങ് കോമിക്സ് എന്ന് വെച്ചാലും ഓരോ സ്റ്റോറീസ് ഒക്കെ വായിക്കുക. റീഡിങ് ഫിക്ഷൻ, കഥകളൊക്കെ വായിക്കുക. വാച്ചിങ് മൂവി, സിനിമകളൊക്കെ കാണും. ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണും. വാച്ചിങ് സീരീസ്, അതായത് സീരിയൽ ഓരോ സീരീസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ കാണും. വാച്ചിങ് TV ചാനലിന്റെ ഓരോ പരിപാടികൾ കാണുക. വാച്ചിങ് പിക്ചർ, ഫിലിം, വീഡിയോസ്, അതായത് പിക്ചർ, സിനിമകൾ, ഫിലിംസ്, അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇംഗ്ലീഷിലുണ്ടെങ്കിൽ അത് കാണും. ഹിയറിംഗ് സ്പോക്കൺ കാസറ്റ്, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഓരോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുക. ഹിയറിംഗ് റേഡിയോയിൽ ന്യൂസ് പറയുന്നത് കേൾക്കുക. ഹിയറിംഗ് മ്യൂസിക്, പാട്ട് കേൾക്കുക നല്ലപോലെ. മോർ ഓവർ ടോക്കിംഗ് ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ, അതായത് നമ്മൾ ഇംഗ്ലീഷ് മോർ ഓവർ ഇതിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മൾ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഹൗ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ്? നമുക്ക് പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എ ഗുഡ് ഡിക്ഷണറി വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് the meanings and various forms of English words. ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥങ്ങളും വിവിധ രൂപങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഒരു നല്ല ഡിക്ഷണറി നിങ്ങൾക്ക് സഹായിക്കും. ഹൗ ക്യാൻ ഐ യൂസ് ഇംഗ്ലീഷ് കറക്റ്റ്ലി വിത്തൗട്ട് എനി മിസ്റ്റേക്ക്? ഇംഗ്ലീഷ് യാതൊരു തെറ്റും കൂടാതെ, അതായത് ഏറ്റവും ശരിയായി എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെങ്ങനെ? യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഗുഡ് ബുക്സ് ഓൺ പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ഗ്രാമർ, സ്ട്രക്ചേഴ്സ് ആൻഡ് യൂസേജ് ഫോർ ദിസ് പർപ്പസ്. ഈ ആവശ്യത്തിനായി നിങ്ങൾക്ക് പ്രയോഗിക്കാൻ ഇംഗ്ലീഷ് വാക്യരണം, ഘടനകൾ, പ്രയോഗങ്ങൾ എന്നിവയുള്ള മികച്ച പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരാണ്. ഹൗ ക്യാൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് എഫക്റ്റീവ്ലി? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് അത്ര എഫക്റ്റീവായിട്ട് സംസാരിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The only way to speak English effectively is to speak English whenever situations arise. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയാനായിട്ട് തുടങ്ങുക. ഇഫ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദി above mentioned ഡിവൈസസ് പ്രോപ്പർലി, യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എഫക്റ്റീവ്ലി. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഓരോ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ്, then it is quite possible here now. This is very moment. അതായത് ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഹൈ ആയിട്ട് മോട്ടിവേറ്റും ചെയ്യുന്നതാണ്. അപ്പൊ അത് പോസിബിൾ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒന്ന് കേട്ട് നോക്കൂ. പെർഫെക്റ്റ് ലിസണിങ് കീപ് യു ഫോർവേഡ് വിത്ത് പെർഫെക്റ്റ് സ്പീക്കിംഗ്. അതായത് നമ്മൾ കേൾക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ സംസാരിക്കാനും പെർഫെക്റ്റ് ആയിട്ട് പറ്റും. ഇനി പെർഫെക്റ്റ് ലിസണിങ് ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് സ്കിൽസ്. പെർഫെക്റ്റ് ആയിട്ട് ലിസൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ആവും. ക്യാൻ ഐ നോ വാട്ട് ആർ ദ ടെക്നിക്സ് ടു ലേൺ വൊക്കാബുലറി? കാരണം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, അതായത് ഓരോ ടെക്നിക്കൽ ഉണ്ട്, വൊക്കാബുലറി ഒക്കെ പഠിക്കാനായിട്ട് എങ്ങനെ അറിയാൻ പറ്റും? ലേണിംഗ് പാർട്ട് ഓഫ് സ്പീച്ച് ഇൻ ഗ്രാമർ
ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദം പ്രോപ്പർലി. ഗ്രാമറിന്റെ ഓരോ പാർട്ട് പഠിക്കുക, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. മസ്കുലൈൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ന്യൂട്രൈൻ ജെൻഡർ, കോമൺ ജെൻഡർ, ഇതൊക്കെ ജെൻഡറിൽ വരുന്ന ഇതാണ് ഗ്രാമറിൽ. ഞാൻ നേരത്തെ ഗ്രാമറിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയത്തില്ല എങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് സിംഗുലർ നമ്പർ, പ്ലൂറൽ നമ്പർ, ലേൺ ദ വെർബൽ യൂസിങ് എ ഗുഡ് ഡിക്ഷണറി. ക്രിയകളുമായി ബന്ധപ്പെട്ട് നാമരൂപങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾ, ഇൻഫോം, ഇൻഫോർമേഷൻ, എക്സാം, എക്സാമിനേഷൻ, അഡ്വർടൈസ്, അഡ്വർടൈസ്മെന്റ്, എക്സെട്ര. ഇതൊക്കെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്ന വേർഡ്സുകളാണ്. പിന്നെ ഫുൾ ഫോം ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഒന്ന് വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.